ഗൈസ് നമസ്കാരം. ഞാനിപ്പോൾ ഒരു ന്യൂസ് കണ്ടായിരുന്നു. നമ്മുടെ ഈ ഗൂഗിൾ മാപ്സ് ഒരു ടഫ് കോമ്പറ്റീഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തൊരു ആപ്പുണ്ട്, മാപ്പ് മൈ ഇന്ത്യയുടെ മേപ്പിൾസ് ആപ്പ്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നാവിഗേഷൻ ടിപ്സും കുറച്ചധികമുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ പോലെ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ ഒരു റിസർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ്, അത് ഉപയോഗമുള്ളതാണോ, അതിന് കോമ്പറ്റീഷൻ കൊടുക്കുന്നതാണോ, നമുക്ക് എന്തെങ്കിലും ദൈനംദിന യൂസിൽ ആവശ്യം വരുമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ ട്യൂട്ടോറിയൽ വീഡിയോ ഒന്ന് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ച് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കാണും. നമുക്ക് എന്തായാലും കയറി നോക്കാം. ഞാൻ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആ സംഭവം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കി കേട്ടോ. നമുക്ക് അത്യാവശ്യം ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. വേൾഡ് വ്യൂ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്ന നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കേസുകൾ, നമ്മളിപ്പോൾ ഒരു അഡ്രസ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പറ്റിയിട്ടുള്ള ആ ഒരു ഇത് UI അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നോക്കിക്കോ, കണ്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസ് കൊടുത്തതാണ് IBS. അപ്പം അതിൻ്റെ ഓഫീസ് ലൊക്കേഷൻ അവിടെ നമുക്ക് ഷെയർ ചെയ്യാം. ഡയറക്റ്റ് ക്ലിക്കിൽ തന്നെ നമുക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യാനുള്ള പ്രൊവിഷൻസി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡയറക്ഷൻസും അതിൻ്റെ കിലോമീറ്റേഴ്സും എല്ലാം അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇമേഴ്സീവ് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇമേഴ്സീവ് വ്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു സംഭവം കാണാൻ പറ്റും. ഇത് തന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഇമേജറി വരുമെന്ന് ഞാൻ ജന്മത്തിൽ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ഇവർ സംഭവം സെറ്റ് ചെയ്തെടുക്കും എന്നുള്ള കാര്യം അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അടിപൊളിയായിട്ട് അതിൻ്റെ 3D വിഷ്വൽസും ക്ലാരിറ്റി ഉണ്ടോ ഗൂഗിൾ മാപ്പിൻ്റെ. ആ ബിൽഡിങ്ങിൻ്റെ 3D എഫക്റ്റോട് കൂടി നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇമേഴ്സീവ് വ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം. ഇത് നമ്മുടെ ഗൂഗിൾ മാപ്സിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ ഇന്ത്യക്കാർ ഡെവലപ്പ് ചെയ്തെടുത്ത സാധനമാണ്. അത്യാവശ്യം നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ഇപ്പുറത്ത് ഒരു 360 ഡിഗ്രി വ്യൂ ഉണ്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രി വ്യൂവിലോട്ട് പോകും. അതായത് നമ്മുടെ പകുതി സമയം നമ്മുടെ മാപ്പും കാണാൻ പറ്റും, പകുതി സ്ഥലത്ത് നമ്മുടെ ഇമേജറി, അവിടെ റോഡും കാര്യങ്ങളൊക്കെ ഫോട്ടോസ് ഉണ്ടല്ലോ, ആ ഫോട്ടോസ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കാണാൻ പറ്റും. കണ്ടോ, ഇത് നമുക്ക് നാവിഗേറ്റ് ചെയ്തിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ നോക്കാൻ പറ്റും. ഇത് അപ്ഡേറ്റഡ് അല്ല, കാരണം ഇത് ഡേറ്റ് കിടക്കുന്നുണ്ടാവും, ജൂലൈ 2024 അപ്പോൾ അവിടെ അവരൊരു കറക്ഷൻ ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടോ, ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ ചെയ്തുകൊണ്ട് കണ്ടോ, താഴെ കിലോമീറ്ററും അതിൻ്റെ എത്ര രൂപയാവുന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ്. അതിൻ്റെ അപ്പുറത്തൊരു നോട്ട് കിടക്കുന്നുണ്ടോ, നോട്ടിൻ്റെ സിമ്പിൾ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോഡിൻ്റെ കണ്ടീഷൻ, പിന്നെ ട്രാഫിക്ക്, പിന്നെ അവിടുത്തെ സേഫ്റ്റി കാര്യങ്ങൾ, വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ, പിന്നെ അവിടുത്തെ റോഡ് കണ്ടീഷൻ, സ്പീഡ് ബ്രേക്കർ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഗുണമായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര എഫക്റ്റീവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ഗൂഗിൾ മാപ്പ് ആശാനും ചെറിയൊരു പണിയായിട്ട് അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സും നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്നുണ്ട്. ഇത്രയും എന്താ, ഇമേജറി മാറ്റാം, ഇമേജറി മറ്റേന് മാറ്റാം, പക്ഷേ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സും കൂടെ കൊണ്ട് ഇമേജറി മാറ്റാൻ പറ്റുന്നത് ഇതിന് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ലിസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഡയറക്ഷൻ ലിസ്റ്റ് അതെല്ലാത്തിലുള്ളത് തന്നെയാണ്. ഞാനിത് ജസ്റ്റ് ട്യൂട്ടോറിയലിന് വേണ്ടി എടുത്തപ്പോൾ അത് കാണിച്ചു. എന്തായാലും പൊളിച്ചിട്ടുണ്ട് സാധനം. ഇത്രയും കിട്ടിലായിട്ട് നമുക്ക് ഈ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അപ്പോൾ ചുമ്മാ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാം. അത്രയ്ക്ക് നമ്മളെ ലൈവ് എക്സ്ക്ലൂസീവ് ഇൻഫർമേഷൻസാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും ഗുണകരമായിട്ടുള്ള സാധനം ഇവർ സെറ്റ് ചെയ്തെടുത്തതിന് ഇവർക്കൊരു ബിഗ് ഷൗട്ട് ഔട്ട് തന്നെ കൊടുക്കണം. കണ്ടോ, 10 സെക്കൻഡ്സാണ് നമുക്ക് ഡാറ്റ ലോഡാവുന്നത്. അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അതിന് ഇവർക്കൊരു ഹാറ്റ്സ് ഓഫ് ഉറപ്പായിട്ടും കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ആപ്പിളിനെ വരെ വെല്ലുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലെവലിൽ ഇവർ ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് അത്യാവശ്യം നൈസായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു ഇവരുടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു വിലയിരുത്തൽ നടത്താം. ഓക്കെ, അത് അത്യാവശ്യം കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളിപ്പോൾ ഓഫീസിൽ പോകുന്നതാണെങ്കിൽ നമുക്കിപ്പം വഴിയിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ട്രാഫിക് ബ്ലോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് മറ്റേലും അറിയാൻ പറ്റുമെന്ന്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. നമുക്കറിയാനൊരു കുറേ നോട്ട്സ്, അതുപോലത്തെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യുക, എത്ര പൈസ ആവുന്നുണ്ട്, അതുപോലെയുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻ അനുസരിച്ചുള്ള റോഡിൻ്റെ സിറ്റുവേഷൻസ്, പോട്ട് ഹോൾസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കിഡിലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് നല്ലൊരു കോമ്പറ്റീഷൻ കിട്ടിയിട്ടുണ്ട്. എത്ര കാലം ഗൂഗിൾ മാപ്സ് ഇനി ഉണ്ടാവും നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ നിലവിൽ 2 കോമ്പറ്റീറ്റേഴ്സാണ് ഉള്ളത്. ഒന്ന് ആപ്പിൾ ആപ്സും ഉണ്ട്, ഇപ്പോൾ മാപ്പ് മൈ ടൂൾസിൻ്റെ ഒരു ആപ്പും വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ 2 കോമ്പറ്റീഷനാണ് ഗൂഗിൾ മാപ്പിനുള്ളത്. അപ്പോൾ ഇപ്പോൾ പുതിയ AI സാങ്കേതികവിദ്യകൾ വന്നതോടുകൂടി ഇവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ ഇവർ കുറേ അപ്ഡേറ്റ്സ് കൊണ്ടുവരേണ്ടി വരും. പക്ഷേ എത്ര അപ്ഡേറ്റ് കൊണ്ടുവന്നാലും ഇവർക്ക് കിട്ടിയ റീച്ച് വളരെയധികം കൂടുതലാണ്. അപ്പം ലാസ്റ്റ് ഡേയും മിനിസ്റ്ററും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ട്വിറ്ററിൽ ഓരോ അപ്ഡേറ്റ്സ്. അപ്പോൾ അതോടുകൂടി എനിക്ക് തോന്നുന്നു അവരുടെ ഷെയർസ് 8% എന്തോ വർദ്ധിച്ചിട്ടുണ്ട്. സോ അപ്പോൾ അവർക്കൊരു അടിയായിട്ട് വന്നിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന്.